ജയിൽ എത്തിക്കഴിഞ്ഞ സ്ത്രീകൾ, ജയിലിൽ എത്തിയ അല്ലെങ്കിൽ അവിടെ താമസിക്കാൻ വിധിക്കപ്പെട്ട സ്ത്രീകൾ അല്ലെങ്കിൽ അണ്ടർ ട്രയൽ പ്രിസണേഴ്സ് ഒക്കെയുള്ള കാറ്റഗറി, എങ്ങനെയാണ് ഒരു സ്ത്രീയുടെ ജയിൽ ജീവിതം? എന്താണ് ഇന്ത്യൻ സിസ്റ്റത്തിൻ്റെ അകത്തെ ഒരു സ്ത്രീയുടെ ജയിൽ ജീവിതം? എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ട്. ഈ ക്രൈം ചെയ്യുന്നവരാരും പിടിക്കപ്പെടുമെന്നോ ജയിലിൽ കിടക്കേണ്ടി വരുമെന്നോ ഇതൊന്നും ചിന്തിക്കുന്നില്ല. സംഭവം നടന്നു കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്നെ പിടിക്കാതിരിക്കുന്നുള്ള സാഹചര്യം എന്താണെന്ന് നോക്കുക, അല്ലെങ്കിൽ വേറൊരുത്തിൻ്റെ തലയിലേക്ക് കെട്ടിവെക്കുക. അങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള ഒറ്റ ചിന്തയിലാണ് ഇവർ ചെയ്യുന്നത്. എന്നെ പിടിക്കും ജയിലിൽ ഇടുമെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇവരാരും ക്രൈം ചെയ്യല. എന്നുവെച്ചാൽ ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ സാഹചര്യം വളരെ മോശമാണ്. പലതരത്തിലാണ് ഇവരെ ചൂഷണം ചെയ്യുന്നത്. ഇപ്പം നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരു സാഹചര്യങ്ങൾ അവിടെ ഉണ്ട്. പലതരത്തിൽ ഇവരെ ചൂഷണം ചെയ്യുന്ന, ഈവൻ അബ്യൂസ് ചെയ്യുന്ന സാഹചര്യം വരെ, ഈവൻ കുട്ടികളുടെ ബോസ്റ്റൽ സ്കൂളിൽ വരെയും ഈ കുട്ടികളെ അബ്യൂസ് ചെയ്യുന്ന പല സാഹചര്യങ്ങളും അവിടെയുണ്ട്. അതുകൊണ്ട് ജയിൽ ജീവിതം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വെരി 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 ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സാഹചര്യമാണ്, എസ്പെഷ്യലി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. മുലയൂട്ടുന്ന അമ്മമാരുണ്ടായിരിക്കും. കുട്ടിയെ ചില സാഹചര്യങ്ങളിൽ കുട്ടിയെ അവിടെ താമസിക്കാനായിട്ട് അനുവദിക്കും. പക്ഷേ ചില മുതിർന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ കുട്ടികളെ താമസിക്കുക, അപ്പം അമ്മയും കുട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പോകുന്നു. 6 വയസ്സ് വരെ പ്രായകാലം വരെ കുട്ടിക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് ഒരു 12 വർഷമൊക്കെ ശിക്ഷിക്കുന്ന ഒരു ലേഡിയാണെങ്കിൽ അമ്മയും കുട്ടിയും തമ്മിലുള്ള പുറത്തിറങ്ങി കഴിയുമ്പോൾ എന്തായിരിക്കും റിലേഷൻഷിപ്പ്? ഇനി ജയിലിൽ 6 വയസ്സ് വരെ കൊണ്ട് താമസിക്കുന്ന ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ആ കുട്ടി അതാണ് കണ്ടുപഠിക്കുന്നത്. ജയിലിനുള്ളിൽ സ്ത്രീകൾ വിധേയരാവുന്ന ചൂഷണം എത്രത്തോളമുണ്ട്? പലതരത്തിൽ ചൂഷണത്തിന്. ആദ്യമായി തന്നെ ജയിലിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു നടയടി എന്നും പറഞ്ഞൊരു പരിപാടിയുണ്ട്. അത് സ്ത്രീകളുടെ ആണെങ്കിലും പുരുഷൻ്റെ ആണെങ്കിലും ഒക്കെ നടയടിയുണ്ട്. നടയടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അകത്ത് ചെല്ലുന്ന സ്ത്രീകൾ അവരെ മറ്റ് കൂടെ കിടക്കുന്ന സ്ത്രീകളുടെ മാത്രമല്ല പുരുഷന്മാരുടെ അതെ കൂടെ കിടക്കുന്ന ക്രിമിനൽസ് ഉപദ്രവിക്കുക എന്നൊരു സാഹചര്യം അവിടെയുണ്ട്. പിന്നെ എസ്പെഷ്യലി അപ്പം എൻ്റെ ഒരു കേസിനകത്ത് ഞാൻ പറയാം, അത് ആണിൻ്റെ ആയിരുന്നു. അതായത് അറസ്റ്റ് ചെയ്ത പോലീസിന് അന്ന് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവൻ തെറ്റുകാരനല്ല എന്ന് അവൻ DGPക്കും കമ്മീഷണർ ഓഫ് പോലീസിനും ഒക്കെ അറിയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. പോലീസ് എന്നെ ഇല്ലീഗൽ കേസിനകത്ത് ഉൾപ്പെടുത്തുക എന്ന്. എന്തു വന്നു കഴിഞ്ഞാൽ അവനെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ട് കഴിഞ്ഞപ്പോൾ ഈ കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ പോലീസിനൊരു എയിമുണ്ട് ഇവനെ ഉപദ്രവിക്കുക എന്നുള്ളത്. അപ്പം ഇവനെ ഉപദ്രവിക്കാൻ വേണ്ടി അതിൻ്റെ കൂട്ടത്തിൽ വേറെ കേസിലെ പ്രതിയായിട്ടുള്ളവരെയാണ് ഉപദ്രവിക്കുന്നത്. ഇവൻ്റെ കാല് തല്ലി ഒടിക്കുക. അങ്ങനെ വരുമ്പോൾ ഇവന് കംപ്ലയിൻറ്റ് ചെയ്യാം. ഇവൻ കോടതി വരുമ്പോൾ മാത്രമേ ഇവൻ നോർത്ത് ഇന്ത്യയിലായിരുന്നു കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ അഡ്വക്കേറ്റിനോട് പറയുമ്പോൾ ഞങ്ങൾ പെറ്റീഷൻ എഴുതി കൊടുക്കുമ്പോൾ അത് സബ് ജയിലിൽ നിന്ന് അണ്ടർ ട്രയലിൽ ആയിരുന്നപ്പോൾ തന്നെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. സെൻട്രൽ ജയിലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ വേറെ ആളെ ഏൽപ്പിച്ച് ഇയാളെ ഉപദ്രവിക്കാൻ തുടങ്ങി. അപ്പോൾ സ്പെഷ്യൽ സെല്ലിലേക്ക് കോടതിയുടെ നിർദ്ദേശപ്രകാരം അപ്പോൾ ഒരു കാല് തല്ലി ഓടിച്ച് അവന് നിൽക്കാൻ പോലും പറ്റില്ലാത്ത കണ്ടീഷനിലാണ് വന്നത്. അങ്ങനെ കോടതിക്ക് പിന്നെയും പെറ്റീഷൻ കൊടുത്തെങ്കിൽ കോടതി എത്രയും പെട്ടെന്ന് ട്രയൽ നടത്താൻ ഓർഡർ ഇട്ടു. അപ്പോൾ ട്രയൽ നടത്തി കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് എതിരായിട്ട് കേസെടുക്കാനുള്ള സാഹചര്യം വന്നു. ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങൾ ഈവൻ ലേഡീസിൻ്റെ കാര്യത്തിൽ സെക്ഷലി അബ്യൂസ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. പിന്നെ അവർക്ക് കൺവിക്ഷൻ കഴിഞ്ഞതിന് ശേഷം അവർക്ക് ചില ജോലികളിൽ ഏർപ്പാട് ചെയ്യും. അത് കുറ്റകൃത്യത്തിൻ്റെ ബേസിസിലാണ് ഇവർക്ക് ജോലി കൊടുക്കുന്നത്. നല്ല ജോലി, ചിലർക്ക് ബുക്ക് ബൈൻഡിങ് ആയിരിക്കും, ചിലർക്ക് കൃഷിപ്പണിയായിരിക്കും. അപ്പോൾ ചെയ്യുന്ന കൃത്യത്തിൻ്റെ കാഠിന്യം അനുസരിച്ചാണ് ഡിഫറെൻറ്റ് ജോലികൾ ഏർപ്പെടുന്നത്. അതിൽ ഇവർക്കൊരു പോകാൻ നേരത്ത് ചെറിയൊരു എമൗണ്ട് ഓഫ് മണിയും കിട്ടും. അപ്പോൾ ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് തുച്ഛമായിട്ടുള്ള ഭക്ഷണവും അതൊക്കെയാണ് അവിടെ കിട്ടുന്നത്. വളരെ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞോണം. അതുകൂടാതെ ഇവരോടുള്ള ഇവരെന്തെങ്കിലും പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ആ ജയിലിലിട്ട് ആ ജയിലിൻ്റെ അതോറിറ്റീസ് തന്നെ പീഡിപ്പിക്കുന്നൊരു സാഹചര്യം അവിടെയുണ്ട്. അവർ തന്നെ സെക്ഷലി അബ്യൂസ് ചെയ്യുന്ന സാഹചര്യം ഈവൻ പോലീസ് സ്റ്റേഷനിൽ വരെ സ്ത്രീകളെ അബ്യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. കുറ്റവാളി എന്ന് മുദ്ര കുത്തപ്പെട്ട് അല്ലെങ്കിൽ പ്രതി എന്ന് ആരോപിക്കപ്പെട്ട് ജയിലിലെത്തുന്ന സ്ത്രീകൾക്ക് ഇമ്മീഡിയറ്റ്ലി ചോദിക്കാവുന്ന നിയമപരിരക്ഷ എന്തെല്ലാമാണ്? ഇപ്പം മാഡം പോലീസ് കേസ് കാര്യം പറഞ്ഞതുകൊണ്ടാണ്. ഇപ്പം നമ്മൾ ആ സമയത്ത് വാറണ്ടുമായിട്ട് വന്നാൽ ഒരു ലേഡി പോലീസ് ഓഫീസർ വേണമെന്നൊക്കെ നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ എന്തൊക്കെയാണ് സ്ത്രീകൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള നിയമ സാധ്യതകൾ നിലനിൽക്കുന്നത്? അതായത് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പിലേ തന്നെ ഒരു സ്ത്രീയുടെ വീടിനകത്ത് 6 മണിക്കും മോർണിംഗിൽ 6 മണിക്കും ഇടയ്ക്ക് ഒരു സ്ത്രീയുടെ വീട്ടിൽ കയറാൻ പാടില്ല.
അത് ഒന്ന്. രണ്ടാമതായിട്ട് സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ സ്ത്രീ പോലീസ് കൂടെ ഉണ്ടായിരിക്കണം. അവരുടെ ബോഡി സെർച്ചൊക്കെ വളരെ സ്വകാര്യമായിട്ട് ലേഡി പോലീസ് തന്നെ ബോഡി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല സാധനങ്ങളും കിട്ടും. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് എ പ്രൊസീജിയർ ഇപ്പോൾ സെർച്ച് ബോഡി സെർച്ച് ഉണ്ട്. ആ ബോഡി സെർച്ച് ചെയ്യുന്ന വളരെ സ്വകാര്യമായിട്ട് ഒരിടത്ത് ഇവരുടെ മാന്യത പാലിക്കത്തക്ക വിധത്തിൽ സ്ത്രീകളുടെ മുമ്പിൽ വെച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ഇതൊക്കെ പേപ്പറിൽ എഴുതി വെച്ച് കഴിഞ്ഞാലും പലതും അങ്ങനെ ചെയ്യാറില്ല. അപ്പം ഇത് കോടതി കൊണ്ടുവന്ന് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും പറയും നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളെ വേറെ ക്രൈമിനകത്ത് ഉൾപ്പെടുത്തും. അതുകൊണ്ട് ഇവരെന്താ ചെയ്യും, ഇവരൊരക്ഷരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നോട് വേറെ കാര്യം കൂടെ പറഞ്ഞേക്കും, നിങ്ങളൊന്നും മിണ്ടാതെ അങ്ങ് മജിസ്ട്രേറ്റിൻ്റെ അവിടെ ചെന്നാൽ മതി, അപ്പം നിങ്ങൾക്ക് പിറ്റേ ദിവസം ജാമ്യമാകും. അപ്പോൾ ഇവരാദ്യമായിട്ടുള്ള ഒഫൻഡർ അത് മുഴുവൻ വിശ്വസിക്കുകയാണ്. പിന്നെ പക്ഷേ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി പേരൻസിനെ അല്ലെങ്കിൽ ബന്ധുക്കളെ അറിയിച്ചിരിക്കണമെന്നൊരു പ്രൊവിഷനുണ്ട്. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്തതിൻ്റെ വിവരങ്ങൾ മുഴുവൻ കമ്മീഷണർ ഓഫ് പോലീസും DGPക്കും കളക്ടർക്കും അറിയിക്കണം എന്നുള്ള ഏത് മെയിലിനോ ഫീമെയിലിനോ ആരെയെല്ലാം അറസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇവരെല്ലാം കോടതിയിലും കൊടുത്തിരിക്കണം. അപ്പോൾ ഇത്രയെല്ലാം സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ അനുസരിച്ച് പിന്നെ ഇവരോട് എന്ത് സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്തെന്നുള്ള വിവരങ്ങൾ അറിയിച്ചിരിക്കണം. അവർക്കൊരു വക്കീലിനെ എൻ്റെ ആശ്രയം, അതായത് ചോദ്യം ചെയ്യുന്ന സമയത്ത് ഒരു വക്കീലിനെ മുമ്പിൽ വെച്ച് ചോദ്യം ത്രൂ ഔട്ടല്ല എന്നാലും സർട്ടൻ കാര്യങ്ങൾ വക്കീലിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. പിന്നെ വക്കീലിനെ കൺസൾട്ട് ചെയ്യുന്നതിനുള്ള അവകാശമുണ്ട്. അവരുടെ പേരൻസിനെ വിളിപ്പിച്ച് അവരെ അറിയിച്ചിരിക്കണം. അറസ്റ്റ് മെമ്മോ എഴുതുമ്പോൾ പേരൻസിന് അല്ലെങ്കിൽ ബന്ധുക്കൾ അതിനകത്ത് ഒപ്പിട്ടിരിക്കും, അവരുടെ അറിയിച്ചിരിക്കണം. ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ പലരെയും അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഒരു ബന്ധുവിനെ ഇത് അറസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസമായിരിക്കും, അറസ്റ്റ് ചെയ്യുന്ന കറക്റ്റ് സമയം പോലും അവിടെ പറയാറില്ല, പിറ്റേ ദിവസമായിരിക്കും പേരൻസിനെ വിളിച്ചിട്ട്. ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂർ ചെയ്തതിന് കഴിഞ്ഞതിന് ശേഷമാണ് അറസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ 24 മണിക്കൂറിനകം കോടതി പ്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് നിയമം പറയുന്നത്. നിയമം പറയുന്ന പോലെയൊന്നും അതിനെല്ലാം ബൈപ്പാസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവരുടെ നിയമങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ഇവർ തന്നെ വെച്ചാൽ അറസ്റ്റ് ചെയ്ത് അകത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിൽ സെർച്ച് കൊടുക്കണം. പേരൻസ് വന്ന് എൻ്റെ ആളിനെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ കോടതി വന്ന് പെറ്റീഷൻ കൊടുക്കാത്തടത്തോളം സമയം അത് കോടതിയിൽ ആരും അറിയില്ല. അങ്ങനെ ഒരു പെറ്റീഷൻ വരുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അറസ്റ്റ് അപ്പം വെച്ച് റെക്കോർഡ് ചെയ്യും. പിന്നെ കഴിഞ്ഞ മാസം തന്നെ കാട്ടാക്കട വെച്ച് ഒരു കാർ സഹിതം ഒരാളെ പിടിച്ചോണ്ട് പോയിട്ട് ഒരനക്കവും ഇല്ല. അതിന് പിറ്റേ ദിവസം സെക്കൻഡ് സാറ്റർഡേ സൺഡേ ആണ്, കോടതിയിലും വരാൻ പറ്റുന്നില്ല. ഉടനെ എന്നോട് ചോദിച്ചു എന്ത് ചെയ്യുന്നു ഇതിൽ. ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെയാണെങ്കിൽ DGPക്കും കമ്മീഷണർ ഓഫ് പോലീസിനും പരാതി കൊടുക്കുക. അവർ DGPക്ക് പരാതി കൊടുക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ഇത് സ്വീകരിക്കാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ അവിടെ എഴുതിയിട്ടിട്ട് പോകുന്ന ഒന്നും ആകിയല്ല. അപ്പോൾ ഉടനെ കമ്മീഷണർ പോലീസിന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതേ നിലപാട്, നിങ്ങൾ എഴുതി വെച്ചിട്ട് പോകും, ഇപ്പോൾ കമ്മീഷൻ ഇല്ല, ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ DGPയും കമ്മീഷണർ പോലീസ് രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് അങ്ങ് അയക്കാൻ പറഞ്ഞു. സെക്കൻഡ് സാറ്റർഡേ ചെന്ന് കഴിഞ്ഞപ്പം ഗവൺമെൻറ് പോസ്റ്റ് ഓഫീസ് അവധി. അപ്പം ഞാൻ പറഞ്ഞൊരു ക്യൂരിയറായിട്ട് അയച്ച് പിറ്റേ ദിവസം വന്നപ്പോഴത്തേക്ക് അറസ്റ്റും റെക്കോർഡ് ചെയ്ത് കോടതി ഹയറാക്കി അവനെ റിലീസും ചെയ്തു. ഇങ്ങനെ പല എല്ലാ ഒളിച്ചുകളികൾ ധാരാളം നമ്മുടെ പോലീസിൻ്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതൊന്നും നിയമപ്രകാരമല്ല. ഈ ജയിലിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും കോടതി പറയാൻ ആരും ധൈര്യപ്പെടുകയില്ല. വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ കോടതി വന്ന് പറയുള്ളൂ. കോടതി വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി ജയിലിൽ മാറ്റുക, പല നടപടികൾ എടുക്കുക, ഇതെല്ലാം ചെയ്യും. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യമാണ് നമ്മുടെ സിസ്റ്റത്തിലിരിക്കുന്നത്. സ്ത്രീകൾ കുറ്റവാളിയായിട്ട് വരുന്ന കേസുകളിൽ നമ്മൾ ഒരു പരിഗണനയും കൊടുക്കാറില്ല. കാരണം ഭരണഘടന സ്ത്രീ ആയാലും പുരുഷനായാലും തുല്യമായിട്ടാണ് കാണുന്നത്. അതുപോലെ ഒരു നിയമം, ഏത് നിയമമായാലും കുറ്റവാളിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ലീഗലി എന്തൊക്കെ പ്രൊവിഷൻസ് ഒരു ആണിന് ഉണ്ടോ അതുപോലെ എല്ലാ അവകാശങ്ങളും തുല്യമായുള്ള അവകാശങ്ങൾ പെണ്ണിനും ഉണ്ട്. അതിന് കൂടുതൽ പരിഗണനകളായിട്ട് ഒരു പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ള കാര്യത്തിൽ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഈ 6 മണിക്ക് ശേഷം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വെക്കാൻ പാടില്ല. അങ്ങനെയുള്ള പ്രത്യേകമായിട്ട് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി അവർ കുറ്റവാളിയായാലും അവർക്കൊരു സുരക്ഷിതം, അവർക്കൊരു സ്ത്രീ ആയതുകൊണ്ട് ഒരു പ്രൈവസിയും ഒരു റൈറ്റ്സും ഉള്ളു. ആ റൈറ്റ്സ് നമ്മൾ റെസ്പെക്റ്റ് ചെയ്ത് ഒരു സ്ത്രീ ഒരു കുറ്റവാളിയാകുമ്പോൾ അവർക്കുള്ള ആ റൈറ്റ്സ് നമ്മൾ ലംഘിക്കാത്ത രീതിയിലാണ് നമ്മൾ കേസ് മുന്നോട്ട് പോകുന്നത്. അല്ലാതെ പ്രത്യേകം സ്ത്രീക്കായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ചെയ്യാറില്ല.